ഈ കവറും തൂക്കി പിടിച്ചു കൊണ്ടുപോകണത് വേറെ ഒന്നുമില്ല, പ്രാവിന് തീറ്റ കൊടുക്കാനാട്ടോ. നമ്മുടെ വീട്ടില് വർഷങ്ങളായിട്ട് ഒരു ഡബ്ബയില് കാണാണ്ടായിപ്പോ ഒരു അരിയാട്ടോ. ഉച്ചക്ക് ആകെ കയറി നാശായുണ്ട്. പക്ഷികൾ വന്ന് തിന്നോട്ടെന്ന് വെച്ച് ഫ്രണ്ടിലിട്ടോ. പക്ഷെ നമ്മുടെ ഇവിടെ പക്ഷികളൊന്നും കാണാനില്ല. പഴയ അരി ആവശ്യമില്ലാത്ത കുറെ വർഷങ്ങളായിട്ട് കാണാണ്ടായ ഒരു ഡബ്ബയുടെ എടുക്കണ്ടായിരുന്ന. അങ്ങനെ ഞാനിതെല്ലാം പറക്കി ഒരു കവറിലിട്ട് നേരെ പോയി നമ്മുടെ വടക്കുന്നതല്ലേ പ്രാവിന് തീറ്റ കൊടുക്കാം. ഇവിടെ വന്നപ്പോഴേ മനസ്സിലായോ, ഈ ഒരു 5 മണി നേരത്ത് പ്രത്യേകിച്ച് പ്രാവിനൊന്നും ഇവിടെ കാണാനില്ല. ആദ്യം നമുക്ക് ഒരു പ്രാവ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരെണ്ണത്തിന്ന് രണ്ടെണ്ണത്തിന്ന് 5 എണ്ണം, അങ്ങനെ പ്രാവുകളൊക്കെ കേട്ട് അറിഞ്ഞ എണ്ണം കൂടി. ഒരുവിധം പ്രാവിനൊക്കെ ആവാഹിച്ച് വന്നപ്പോഴാണ് ദേ ഒടുക്കത്തൊരു മഴ വന്നത്. പിന്നെ നേരെ ഓടിയും ഒരു മരത്തിന് ചോട്ടില്ല. അപ്പോഴേക്കും ദേ നമ്മൾ ആവാഹിച്ച് വന്ന എല്ലാ പ്രാവുകളും പോയിട്ടോ. ഇതുകൊണ്ട് നമ്മളൊന്നും തളരില്ല. വേറൊരു സ്ഥലത്ത് പോയിട്ട് പിന്നെയും തീറ്റ പരിപാടിയൊക്കെ തുടങ്ങിയപ്പോ എവിടെന്നോ വന്നൊരു കുറുമ്പച്ചൊക്കെ എല്ലാത്തിനും ഓടിപ്പിച്ചിട്ടു. ഞാൻ കഷ്ടപ്പെട്ട് തീറ്റ കൊടുക്കുന്നു, ചെക്കന്റെ ആ കൈ ബാക്കിൽ വെച്ചിട്ടുള്ള സ്പീഡ് കണ്ടാ നിങ്ങള്. കുറെ നേരം അവനെ നോക്കി ചിരിച്ചുട്ടോ. പിന്നെ വേറൊരു സ്ഥലത്ത് പോയിട്ട് നമ്മുടെ ഉള്ള അരിയൊക്കെ അവസാനിപ്പിക്കാന്ന് വെച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി എല്ലാം കൂട്ടിയിട്ട് എന്നിട്ട് മാറി നിന്ന് നമ്മളെല്ലാം നോക്കിട്ടോ. അവിടെ നമ്മുടെ കാക്കിയും പ്രാവും എല്ലാരും വന്ന് കൊത്തി തിന്ന് അവര് ഹാപ്പി. പ്രാവിന് തീറ്റ കൊടുത്ത് ഞാനും ഹാപ്പി. പിന്നെ സാനിറ്റൈസ് ചെയ്ത് ആ പരിപാടി അവസാനിപ്പിച്ചിട്ടോ. ഇത് കണ്ട് നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കിട്ടോ.